Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് റവയാണ്. മെഷറിംഗ് കപ്പ് തന്നെ എടുക്കണമെന്നില്ല, നമ്മൾ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതിയാവും. അപ്പോൾ 1 കപ്പ് മൈദ എടുക്കുമ്പോൾ അതിന് പകുതിയായിട്ട് റവ എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കായാണ്. പെട്ടെന്ന് കുറച്ച് ഏലക്കായ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ചെറിയൊരു കട്ടിയിലുള്ള മാവാക്കി റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് തിളച്ചിട്ടുള്ള വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇളം ചൂടുള്ള വെള്ളം തന്നെ മതിയാവും. നമ്മുടെ വിരലിട്ടാൽ തൊടാനൊക്കെ പറ്റിയ ആ ഒരു രീതിയിലുള്ള ചൂട് മതിയാവും. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു കട്ടിയായിട്ടുള്ള ബാറ്ററാക്കി റെഡിയാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് പാകത്തിനൊരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവ രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തൊന്നും മിക്സായിട്ട് കിട്ടണം. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലും കൂടെ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഓരോ തവി മാവായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ മാവ് ഒരുപാട് ലൂസായിട്ട് പോവരുത്. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം മാവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ ഒരുപാട് കട്ടിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി കൊടുത്താലും മതിയാവും. ഇനി ഓരോ തവി മാവായിട്ട് ആദ്യം എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ മുകളിലേക്കായിട്ട് പൊങ്ങി വരും. ആ ഒരു സമയത്ത് മുകളിലേക്ക് ഈ ഒരു ചട്ടകം വെച്ചിട്ട് മുകളിലേക്ക് എണ്ണ ഇതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊള്ളച്ച് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. ഇനി താഴ്ഭാഗം ആയിക്കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു സമയത്ത് ഒന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനേ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ അപ്പാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ഒരേ സമയത്ത് തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ ഉൾഭാഗമൊക്കെ നല്ലതായിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ 2 ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ മാത്രം എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ മുകൾ ഭാഗം കുറച്ചൊരു ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.